السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഏറെ പ്രിയം നിറഞ്ഞ പൈതൃകം മീഡിയ ശ്രോതാക്കളെ, സഹോദര സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലായി ദീനി ഖിദ്മയിലായി ദീർഘകാലം മുന്നോട്ട് നീങ്ങാനുള്ള ആയുസ്സും ആഫിയത്തും നമുക്കേവർക്കും പ്രദാനം ചെയ്യട്ടെ, ആമീൻ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മൺമറഞ്ഞ മശായിഖന്മാർ, പ്രവർത്തകന്മാർ എല്ലാവരുടെയും ദർജ അല്ലാഹു തആല വർദ്ധിപ്പിക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്ര നാടുവഴികളിലൂടെയുള്ള നമ്മുടെ പ്രഭാഷണ പരമ്പരയുടെ 4ാം ദിനമാണ് ഇന്ന്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മുടെ കേരളത്തിലേക്ക് വന്നതും അതിനെ തുടർന്ന് നമ്മുടെ സമുദായത്തിൻ്റെ വളർച്ചയും എല്ലാം നമ്മൾ കുറേശ്ശെയായി വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ വലിയ പ്രതാപശാലികളായി നൂറ്റാണ്ടുകളോളം കഴിഞ്ഞ മുസ്ലിം സമുദായത്തിന് ആഗോള വ്യാപകമായി തന്നെ സാമ്രാജ്യത്വ ശക്തികളുടെ എതിർപ്പുകൾ സഹിക്കേണ്ടി വന്നു. കേരളത്തെ ബാധിച്ച ഒരു വിഷയമാണ് ഇന്നലെ ഞാൻ വാസ്കോ ഡി ഗാമ കേരളത്തിൽ വന്ന് നടത്തിയ ദുരന്തങ്ങൾ വിശദീകരിച്ചത്. എന്നാൽ ഒരു വാസ്കോ ഡി ഗാമ കേരളത്തിൽ വന്ന് പ്രശ്നമുണ്ടാക്കുക മാത്രമല്ല ചെയ്തത്, മുസ്ലിം സമുദായത്തെ ആഗോള വ്യാപകമായി നശിപ്പിക്കുന്നതിനും ലോക പോലീസ് ചമഞ്ഞ് ബ്രിട്ടൻ, ഇംഗ്ലണ്ട് ലോകത്തെ മൊത്തം പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമാണ് വാസ്കോ ഡി ഗാമ കേരളത്തിൽ വന്നതും. ആഗോള വ്യാപകമായ ഒരു മുസ്ലിം ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അണിനിരന്നവരായിരുന്നില്ല ലോകത്തെ മുസ്ലിങ്ങൾ. ഇസ്ലാമിക ചട്ടക്കൂട്ടിൽ ഒരേ വിശ്വാസധാരയിൽ ലോക മുസ്ലിങ്ങൾ അണിനിരന്നെങ്കിലും ഓരോ പ്രദേശത്തെയും ഭൗതികമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിത രീതിയിൽ മാറ്റം വന്നതുപോലെ തന്നെ വിശ്വാസങ്ങളിൽ വൈകല്യമുണ്ടാകാനും മറ്റുമൊക്കെ ശ്രമിച്ചതിൻ്റെ ഫലമായി, പ്രത്യേകിച്ച് ബൗദ്ധിക തൽപരർ ശ്രമിച്ചതിൻ്റെ ഫലമായി മുസ്ലിം ലോകത്താകമാനം ഒരു ഏകീകരണക്കുറവ് മുസ്ലിം സമുദായത്തിൽ ഇടക്കാലത്തുണ്ടായിട്ടുണ്ട്. ഇത് മുഖവിലക്കെടുത്തുകൊണ്ട് മുസ്ലിം സമുദായത്തെ മൊത്തം നശിപ്പിക്കുക എന്ന സാമ്രാജ്യത്വ ശക്തികളുടെ അജണ്ടയുമായി അവർ മുന്നോട്ട് പോയി. പ്രത്യേകിച്ച് നമുക്കറിയാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം ഖുലഫാഉർ റാഷിദീങ്ങൾ അഥവാ സയ്യിദിന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദിന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, സയ്യിദിന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സയ്യിദിന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, ഈ 4 ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണകാലഘട്ടം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം മുസ്ലിങ്ങളുടെ അമീറും ഭരണാധികാരികളുമായി വന്ന ഈ 4 ഖുലഫാക്കൾ, അതാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടം. എന്നാൽ ഈ ഭരണ സംവിധാനം അഥവാ ഖിലാഫത്ത് ഏറെ കാലം ലോകത്ത് നീണ്ടു നിന്നിട്ടുണ്ട്. 4 ഖലീഫമാർക്ക് ശേഷം പിന്നീട് ഉമവി, അബ്ബാസി ഖിലാഫത്തും ശേഷം ഉസ്മാനിയ ഖിലാഫത്തും നിലനിന്നു. ഇതിൻ്റെ കീഴിലായിരുന്നു യഥാർത്ഥത്തിൽ മുസ്ലിം ലോകം സജീവമായിരുന്നത്. മുസ്ലിങ്ങളുടെ ഭരണ സംവിധാനമാണ്
ഈ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ. AD 1299 മുതൽ 6 നൂറ്റാണ്ട് കാലം തുർക്കി ആസ്ഥാനമായി ഉസ്മാനി ഖിലാഫത്തും മുസ്ലിം ലോകത്തെ നിയന്ത്രിച്ചിരുന്നു. 6 നൂറ്റാണ്ട് കാലമാണ് തുർക്കി ആസ്ഥാനമായി ഉസ്മാനിയ ഖിലാഫത്ത് ഉണ്ടായിരുന്നത്. ഇതിനെ തകർക്കുക എന്നത് ഇംഗ്ലണ്ടിൻ്റെ ബ്രിട്ടീഷുകാരുടെ അഥവാ ആ സഖ്യ കക്ഷികളുടെ ഒരു തീരുമാനമായിരുന്നു. അതിനവരെന്താ ചെയ്തത്? ഓരോ രാജ്യങ്ങളിൽ വ്യത്യസ്ത വികാരങ്ങളാണ് അവരുണ്ടാക്കിയത്. അതായത് ദേശീയ ബോധമുണ്ടാക്കുക, ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ ജനങ്ങളെ ധാർമ്മികമായി അധപ്പതിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ആ നിലയ്ക്ക് ചിന്തിക്കുന്ന ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരിൽ കൃത്രിമമായ ദേശീയ ബോധം ഉണ്ടാക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ഏകദേശം 6 നൂറ്റാണ്ട് കാലം നീണ്ടു നിന്ന ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ആസ്ഥാനം തുർക്കിയായിരുന്നു. അപ്പോൾ തുർക്കി അല്ലാത്ത രാജ്യങ്ങളിൽ, മുസ്ലിം രാജ്യങ്ങൾ വന്നുകൊണ്ട് സാമ്രാജ്യത്വ ശക്തികൾ പ്രചരിപ്പിച്ചത് എന്താണ്? നമ്മളും എന്താണ്, സ്വയം വ്യക്തിത്വമുള്ളവരല്ലേ, സ്വതന്ത്ര ചിന്ത നമുക്ക് വേണ്ടേ, എന്തിന് ഖിലാഫത്തിൻ്റെ ആസ്ഥാനം തുർക്കിയിൽ ചുരുക്കണം? ഞങ്ങൾ ഖിലാഫത്തിനെതിരല്ല, ഇസ്ലാമിക ഭരണ സംവിധാനങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും ഞങ്ങളെതിരല്ല. പക്ഷേ തുർക്കി ഒരു യൂറോപ്യൻ രാജ്യമാണ്. ആ രാജ്യക്കാരെന്തിന് അറബികളെ നിയന്ത്രിക്കണം? ഇതാണ് ഞാൻ ദേശീയബോധം കൃത്രിമമായി ഉണ്ടാക്കുക എന്ന് പറഞ്ഞത്. അപ്പം അതിൽ ഭൗതിക താല്പര്യരും താരതമ്യേന ഭൗതിക താല്പര്യം കൊണ്ട് താരതമ്യേന ധാർമ്മിക ബോധം കുറഞ്ഞവരുമായ ആളുകൾ ഈ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ, ഇംഗ്ലണ്ടുകാരുണ്ടാക്കിയ, രാജ്യങ്ങളുണ്ടാക്കിയ കൃത്രിമമായ ദേശീയ വികാരത്തിൻ്റെ മേൽ, അത് ശരിയാണ്, നമ്മളെ ഖലീഫ നമ്മളെ നാട്ടുകാരനെ ആയാൽ പോരെ, എന്തിനാണ് തുർക്കിയിലെ ഖലീഫനെ നമ്മൾ അംഗീകരിക്കുന്നത്? നമുക്ക് നമ്മളെ രാജ്യം, നമ്മളെ ഖലീഫ. അതിന് സാമ്രാജ്യ ശക്തികൾ ഇംഗ്ലണ്ടും ഈ ബ്രിട്ടീഷൊക്കെ നമ്മളെ സഹായിക്കുമല്ലോ. അപ്പം അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് വിവിധ രാജ്യങ്ങളിൽ പലവിധ ആശയങ്ങളുടെ പേരിൽ ബ്രിട്ടീഷ് അനുകൂലമായ സാഹചര്യം ജനങ്ങളിൽ ഉണ്ടാക്കുകയും എന്നിട്ട് ഈ മുസ്ലിങ്ങളുടെ മൊത്തം അട്ടിപ്പേരവകാശം നേടിയെടുത്ത സാമ്രാജ്യ ശക്തികൾ തുർക്കിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ, അന്നത്തെ ഭൗതിക തൽപരരായ വിഭാഗത്തിനോടൊപ്പം ചേർന്ന ആളുകൾ പെട്ടുപോവുകയാണ് ചെയ്തത്. ഓരോ നുണകളാണ് ഓരോരുത്തരെയും പറഞ്ഞു ധരിപ്പിച്ചത്. അങ്ങനെ എല്ലാവരെയും ഇംഗ്ലണ്ടിനോടൊപ്പം നിർത്തി തുർക്കിയെ പരാജയപ്പെടുത്തിയതോടെ ഉസ്മാനിയ ഖിലാഫത്ത് നഷ്ടപ്പെട്ടു. അതോടെ എന്തു ചെയ്തു? ഇവർ വാക്കുമാറി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ അറേബ്യൻ രാജ്യങ്ങളോട് എന്താണ് ഇവർ പറഞ്ഞത്? ഞങ്ങൾ ഇസ്ലാമിക ഭരണ സംവിധാനത്തിനെതിരല്ല, അത് പ്രവാചകനായ മുഹമ്മദ് നബി തങ്ങളുടെ കാലം മുതലുള്ളതാണ്, 4 ഖലീഫന്മാർ ഭരിച്ചതാണ്, അമവി ഭരണകാലഘട്ടം ഇവിടെ ഉണ്ടായതാണ്, അവരൊന്നും ഞങ്ങളെതിരല്ല. ഞങ്ങളിപ്പോൾ ചോദിക്കുന്നത്, നമുക്കെന്താ സ്വന്തം വ്യക്തിത്വമില്ലേ, നമുക്ക് സ്വന്തം രാജ്യ താല്പര്യമില്ലേ, എന്തിനാണ് തുർക്കിക്ക് വിധേയമായി നമ്മൾ നിൽക്കുന്നത്? അതുകൊണ്ട് അവരുടെ ഏകാധിപത്യം അവസാനിപ്പിക്കുക എന്ന അജണ്ടയിലാണ് ലോകത്തെ ആളുകളെ ബ്രിട്ടീഷുകാർ സംഘടിപ്പിച്ചത്. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ലോകം മൊത്തം പിടിച്ചെടുക്കുക എന്നതായിരുന്നു. അങ്ങനെ അവർ തുർക്കിയെ പരാജയപ്പെടുത്തി. എന്നിട്ട് എന്താ ഉണ്ടായത്? എന്നിട്ട് ഇവർ ചെയ്തതെന്താണ്? രാജ്യത്തെ പകുത്തെടുത്തു. അതായത് ലോകം ബ്രിട്ടനും സാമ്രാജ്യത്വ ശക്തികളും അവർ വീതിച്ചെടുത്തു. ഉദാഹരണം പറയുകയാണെങ്കിൽ സിറിയ ഫ്രാൻസിൻ്റെ അധീനതയിലായി, ഫലസ്തീൻ ജൂതർക്ക് വിട്ടുകൊടുത്തു. അന്ന് തുടങ്ങിയതാണല്ലോ ഈ ഫലസ്തീൻ പ്രശ്നം, അത് ജൂതർക്ക് വിട്ടുകൊടുത്തു. അതുപോലെ തുർക്കിയുടെ മിക്ക ഭാഗങ്ങളും ഇറ്റലിയും ഗ്രീസും വീതിച്ചെടുത്തു. ബാക്കിയുള്ളത് പിന്നീട് മുസ്ലിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ചില ഭാഗങ്ങൾ, അത് ഏത് മുസ്ലിങ്ങൾക്കാണ് ഏൽപ്പിച്ചു കൊടുത്തത്? തുർക്കിയുടെ ചില ഭാഗങ്ങൾ മുസ്തഫ കമാൽ ബാഷയെ ഏൽപ്പിച്ചു കൊടുത്തു. മുസ്തഫ കമാൽ ബാഷ വഹാബിസത്തിനേക്കാൾ വലിയ ദീനീ ശക്തികളാണ്. അവരാണല്ലോ ആദ്യമായി പല ദുർനടപടികളും ഇസ്ലാമിൻ്റെ പേരിൽ അടിച്ചേൽപ്പിച്ചത്. നമ്മളിപ്പോൾ അത് പറയുന്നത് നമ്മുടെ ലക്ഷ്യമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോവുകയല്ല. അതുപോലെ സൗദി അടക്കമുള്ള
വിവിധ അറബി രാജ്യങ്ങളിൽ ഈ മതത്തെ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി തകർക്കാൻ അച്ചാരം വാങ്ങിയ വഹാബി വിഭാഗത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ മുസ്ലിങ്ങളെ രാജ്യം ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലാസ്റ്റ് ആദ്യം മൊത്തം ബ്രിട്ടൻ പിടിച്ചെടുക്കുകയാണ്. കുറച്ച് ഫ്രാൻസിന് കൊടുത്തു, കുറച്ച് ഭാഗം ഗ്രീസിന് കൊടുത്തു, കുറച്ച് ഭാഗം പിന്നെ മുസ്തഫ കമാൽ ഭാഷയ്ക്ക് പിന്നീട് കൊടുത്തു, പിന്നെ മറ്റു കുറച്ച് ഭാഗങ്ങൾ വഹാബികൾക്ക് കൊടുത്തു. എന്നാൽ ഇതിൻ്റെ മൊത്തം ഇവരുടെ അധീനതയിലാക്കി വന്നതോടുകൂടെ മുസ്ലിം സമുദായം ലോകത്ത് അല്ലിച്ചില്ലിയായി. നാഥനില്ലാത്ത ആട്ടിൻ കുഞ്ഞുങ്ങളെപ്പോലെ മുസ്ലിം സമുദായം ആഗോള വ്യാപകമായി ഒറ്റപ്പെടുകയുണ്ടായി. ഇതേ സാഹചര്യം തന്നെ കേരളത്തിലുമുണ്ടായി, അല്ല ഇന്ത്യയിലുണ്ടായി. ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ നീണ്ട കാലം മുസ്ലിം രാജാക്കന്മാർ ഏകദേശം 8 നൂറ്റാണ്ടിലേറെക്കാലം ഇന്ത്യ മുസ്ലിങ്ങൾ മാത്രം ഭരണം നടത്തിയിട്ടുണ്ടല്ലോ. പക്ഷേ ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് മുസ്ലിങ്ങൾക്ക് ജീവിക്കാം എന്നതുപോലെ മറ്റ് മതക്കാർക്ക് അവരുടെ വിശ്വാസാചാരങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ പരിപൂർണ സ്വാതന്ത്ര്യം കൊടുത്ത മുസ്ലിം ഭരണാധികാരികളാണ് രാജ്യം ഭരിച്ചത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലെ മുസ്ലിം ലോകത്തിൻ്റെ മൊത്തം ചരിത്രം നോക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ ഫിത്ന ഫസാദയിൽപ്പെട്ട് നാഥനില്ലാതെ ഈ സമുദായം ഒറ്റപ്പെട്ട അതേ അവസ്ഥ തന്നെ ഇന്ത്യക്കും വന്നു. 8 നൂറ്റാണ്ടിലേറെ നീണ്ടു നിന്ന മുസ്ലിം ഭരണത്തെ തൂത്തെറിഞ്ഞ് ബ്രിട്ടീഷുകാർ അധികാരത്തിലേറി. അവർ ഇവിടെ തന്നെ മറ്റ് ലോക മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ച ലോക മുസ്ലിങ്ങളെ ഒറ്റക്കെട്ട് ഓരോ കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി അവർ നടത്തിയതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് AD 1001 നടന്ന സുൽത്താൻ മഹ്മൂദ് ഗസ്നിയുടെ ആഗമനത്തോടെ ആരംഭിച്ച മുസ്ലിം ഭരണം അതിൻ്റെ പ്രതാപങ്ങൾക്ക് കോട്ടം തട്ടി ഏകദേശം 9 നൂറ്റാണ്ടോളം 8 നൂറ്റാണ്ടിലേറെ മുസ്ലിങ്ങൾ മാത്രം ഭരണം നടത്തിയ രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ. എന്നാൽ സുൽത്താൻ മഹ്മൂദ് ഗസ്നിയുടെ സുൽത്താൻ മുഹമ്മദ് ഗസ്നിയാണ് ഇതിന് തുടക്കം കുറിച്ചതെങ്കിലും 1757 ബംഗാളിലെ പ്ലാസയിൽ വെച്ച് അവിടുത്തെ നവാബായിരുന്ന സിറാജുദ്ദൗലയെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പരാജയപ്പെടുത്തിയതോടെ മുസ്ലിം ഭരണത്തിൻ്റെ പതനത്തിന് പ്രാരംഭം കുറിച്ചു. പിന്നീട് ടിപ്പുവിനെ നമുക്കറിയില്ലേ, ടിപ്പുവിൻ്റെ മരണത്തോടുകൂടെ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിനെതിരെ വിജയം വരിച്ചതോടുകൂടെ ലോകത്തെ മുസ്ലിങ്ങളെപ്പോലെ തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങളും അല്ലിച്ചില്ലിയായി നാഥനില്ല ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ ഒറ്റപ്പെട്ടു പോയി. എന്നാൽ ബ്രിട്ടീഷുകാർ ടിപ്പുവിനെ അടക്കമുള്ള പൂർവിക ഭരണാധികാരികളെ നശിപ്പിച്ച് രാജ്യം മൊത്തം ഏറ്റെടുത്ത ബ്രിട്ടീഷുകാർ അന്ന് എന്താ പിന്നെ യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ, എല്ലാ ഉസ്മാനിയ ഖിലാഫത്ത് തുർക്കിയുടെ പതനം ഒരു രാജ്യത്തിൻ്റെ മാത്രം പതനമല്ല, 6 നൂറ്റാണ്ട് കാലത്തോളം നിലനിന്നിരുന്ന ഒരു ഭരണ സംവിധാനം തകർന്നതിൽ വികാരഭരിതരായ മുസ്ലിങ്ങൾ അവരൊക്കെ നശിപ്പിച്ച ബ്രിട്ടീഷുകാർ ഇവിടുത്തെ 8 നൂറ്റാണ്ടിലേറെ നടന്ന മുസ്ലിം ഭരണത്തെ നശിപ്പിച്ച് മൊത്തം പിടിച്ചെടുത്തപ്പോൾ സ്വാഭാവികമായും മുസ്ലിങ്ങളുടെ വികാരം ഈ ബ്രിട്ടീഷ് ഇന്ത്യക്കെതിരാവുമല്ലോ. എന്നാൽ സർ സയ്യിദ് അഹമ്മദ് റിള ഖാനെ പോലുള്ള ആളുകൾ അവർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി അനുകൂലമായ നിലപാട് സ്വീകരിച്ച് ഗവൺമെൻറ്റിനോട് സഹകരിച്ചെങ്കിലേ നമുക്ക് ഭാവിയുള്ളൂ എന്ന് മനസ്സിലാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മറ്റുമൊക്കെ തുടങ്ങിയെങ്കിലും ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും അത് വിശ്വസിച്ചില്ല. കാരണം സർ സയ്യിദിനെ പോലെ ഈ നിലക്ക് വന്ന ആൾക്കാർക്കൊക്കെ ധാർമ്മിക ബോധമില്ല. അവർക്ക് ഭൗതിക വിദ്യാഭ്യാസവും ഭൗതിക പുരോഗതിയും മാത്രമാണ് ലക്ഷ്യം. മുസ്ലിങ്ങൾക്ക് വേണ്ടത് ആത്മീയമായ ഉത്തേജനമാണ്. അത് ഇവർ തകർക്കുമെന്ന നിലക്ക് അങ്ങനെയുള്ള നിലപാടിനോട് മുസ്ലിങ്ങൾ സഹകരിക്കാതെ എല്ലാ നിലക്കും മുസ്ലിം സമുദായം ഏറെ ക്ലേശങ്ങളിൽ നിറഞ്ഞ നീണ്ട കാലഘട്ടം ഇന്ത്യയിലും ലോകത്തും നടക്കുകയുണ്ടായി. അങ്ങനെയാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ 8 നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 9 നൂറ്റാണ്ട് തന്നെ ഇന്ത്യ രാജ്യം മതേതര ചട്ടക്കൂട്ടിലായി മുസ്ലിങ്ങൾ ഭരണം നടത്തിയപ്പോൾ മറ്റു മതക്കാരെ പോലെ മുസ്ലിം സമുദായത്തിനും ഇവിടെ ഭരണ സംവിധാനങ്ങളിൽ പങ്കാളിത്തമുണ്ടായി. ഉദ്യോഗസ്ഥ തലങ്ങളിൽ എന്തായി, അവർക്ക് പിടിപാടുണ്ടായി. എന്നാൽ ഇവരെയൊക്കെ വഞ്ചിച്ച് മുസ്ലിം ഭരണാധികാരികളെ നശിപ്പിച്ച്
ലോകഭരണം കൈയാളിയ പോലെ തന്നെ ഇന്ത്യൻ ഭരണവും ഈ സാമ്രാജ്യ ശക്തികൾ ഏറ്റെടുത്തതോടുകൂടെ നീണ്ട അവരെ ഭരണകാലം നോക്കുമ്പോൾ 1852 മുതൽ 1868 വരെ ഈ ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച 240 ഉദ്യോഗസ്ഥരിൽ 239 പേരും ഹിന്ദുക്കളായിരുന്നു എന്ന് കാണാവുന്നതാണ്. ഒരാൾ മാത്രമായിരുന്നു മുസ്ലിം. ഇത്രയും മുസ്ലിങ്ങൾ പിച്ചച്ചട്ടി എടുക്കേണ്ട രൂപത്തിലേക്ക് വന്നു. അതേ അവസ്ഥ തന്നെ യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എക്കാലത്തും വേറിട്ട ജീവിതം നയിച്ചവരും വിശ്വാസം സംരക്ഷിച്ചവരുമാണ്. പക്ഷേ എന്തുണ്ടായി? ഉസ്മാനിയ ഖിലാഫത്ത് നഷ്ടപ്പെടുത്തിയത് സാമ്രാജ്യ ശക്തികളാണ്. ആ സാമ്രാജ്യ ശക്തികൾ തന്നെയാണ് ഇന്ത്യയിലെ ഭരണവും തകർത്തത്. അവർ തന്നെയാണ് കേരളത്തിലും പ്രശ്നം സൃഷ്ടിക്കുന്നത്. കാരണം ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെൻറ് കേരളം അടക്കമാണല്ലോ ഭരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് ഗവൺമെൻറ് ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്ത് നിൽപ്പിന് മുന്നിട്ട് നിന്നൊരു സംഘടന എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരെ സമരവേദിക്ക് ഖിലാഫത്ത് എന്ന് പേരിട്ടു. അതെന്തിനായിരുന്നു? രാഷ്ട്രീയക്കാർക്ക് സ്വാഭാവികമായും അവർക്ക് എപ്പോഴാണ് വികാരം കത്തിക്കയറാന്ന് അറിയുകയില്ല. ചില ആളുകൾക്ക് ഇപ്പോൾ കണ്ടെങ്കിൽ മുനമ്പത്തിൻ്റെ പേരിൽ ഭയങ്കര ഈമാൻ കയറുന്നുണ്ട്. ചില ആളുകൾക്ക് വഖഫ് ബോർഡിൻ്റെ വഖഫ് വിരുദ്ധ നിയമത്തിൻ്റെ പേരിൽ വികാരം കയറുന്നുണ്ട്. അത് അതേ രൂപത്തിൽ കുറയുകയും കയറുകയും ചെയ്യും. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് കാലത്തും ഇപ്പം നട്ടുച്ചയാണ് എന്ന് പറയലാണ് അവരുടെ നിലനിൽപ്പിന് യോജിച്ചതെങ്കിൽ, നട്ടപ്പാതിരിയാണെങ്കിൽ അവർ പറയും നട്ടുച്ച എന്ന് പറയും. ഇതുപോലെ ഭരണമാണല്ലോ രാഷ്ട്രീയക്കാർ. ഏത് ഈർക്കിൾ പാർട്ടിയുടെ ലക്ഷ്യം എന്താണ്? ഭരണത്തിൻ്റെ ആനുകൂല്യം പറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സമരമുഖം, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരമുഖത്തിൻ്റെ പേര് ഖിലാഫത്ത് എന്ന് പേരിട്ടു. അത് കേട്ടതോടുകൂടെ എന്ത് ചെയ്തു? ഇവിടുത്തെ കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ത് ചെയ്തു? കേരളത്തിലെ മുസ്ലിങ്ങൾ ഖിലാഫത്ത് തകർത്ത ആളുകളാണല്ലോ ഇവിടെയും ഈ പ്രശ്നമുണ്ടാക്കിയ നിലക്ക് ഈ ഖിലാഫത്ത് സമരത്തിൽ മുഖ്യ പങ്കാളികളായി മുസ്ലിങ്ങൾ മാറി. അതുകൊണ്ട് എന്തു സംഭവിച്ചു? ബ്രിട്ടീഷുകാർ അവരെ ചെറുക്കുന്നവരിൽ ഏറ്റവും വടിയുറച്ചു നിന്ന വിഭാഗം മുസ്ലിങ്ങളെന്ന നിലക്ക് അവരെ മൊത്തം നശിപ്പിക്കുവാനുള്ള ശ്രമമാണ് ബ്രിട്ടീഷുകാർ നടത്തിയത്. അതാണ് മുസ്ലിം സമുദായത്തിൻ്റെ അധോഗതിക്ക് ഏറ്റവും കാരണമായതും. ഏതായാലും ആ പോരാട്ട കഥകളൊക്കെ വായിക്കാൻ നമുക്കൊന്ന് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോവുകയല്ല. ചുരുക്കത്തിൽ ലോക മുസ്ലിങ്ങൾക്ക് വന്ന അതേ നാശം കേരളത്തിലെ മുസ്ലിങ്ങൾക്കും വന്നു, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും വന്നു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ പേര് തന്നെ ഖിലാഫത്ത് സമരമുറ എന്ന് കോൺഗ്രസ് സ്വീകരിച്ചതോടുകൂടെ അതിൻ്റെ പേരിൽ കേരളത്തിൽ വരെ ഗാന്ധിജി അടക്കം വന്ന് സമ്മേളനം നടത്തിയതോടുകൂടെ ഇത് ഒരു ഇസ്ലാമിക മാനം ബ്രിട്ടീഷ് പോരാട്ടത്തിനുണ്ടായി. അതുകൊണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ പരിക്ക് പറ്റിയത് മുസ്ലിം സമുദായത്തിനാണ്. നോക്കൂ, ലോകത്ത് എവിടെ പ്രശ്നം വന്നാലും ആ പ്രശ്നം മൊത്തം ജനതയെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ബാധിക്കുമെന്നത് ഉറപ്പാണല്ലോ. ഇപ്പം യഥാർത്ഥത്തിൽ തുർക്കി ആസ്ഥാനമായി ഭരണം നടത്തിയിരുന്ന ഉസ്മാനിയ ഖിലാഫത്തിനെതിരെയുള്ള പോരാട്ടം എങ്ങനെയത് കേരളത്തെ ബാധിക്കുന്നത്? അത് സ്വാഭാവികമാണ്. കാരണം ഉസ്മാനിയ ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ ബാധിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ്. ആ ഭരണത്തിൻ്റെ ആനുകൂല്യം നമുക്കിവിടെ കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നല്ല, അതൊരു ഭരണ സംവിധാനമാണ്. ആ ഭരണ സംവിധാനത്തിന് മൊത്തത്തിലൊരു മുസ്ലിം ലോകം എന്നൊരു കാഴ്ചപ്പാട് അതിനുണ്ട്. അവിടുത്തെ ഗവൺമെൻറ് ഒന്നല്ല കേരളത്തിലെ മുസ്ലിങ്ങളെ നിയന്ത്രിക്കുന്നത്. പക്ഷേ അത് ഒരു പൊതുവികാരമാണ്. ആ പൊതുവികാരത്തിൻ്റെ പേരിൽ ഖിലാഫത്ത് എന്ന ഇവിടുത്തെ സമരമുറക്ക് കോൺഗ്രസ് പേരിട്ടതോടുകൂടെ മുസ്ലിങ്ങളെന്തായി? കൂടുതൽ ബ്രിട്ടീഷുകാർക്കെതിരെ വികാരവരിതകളായി. അപ്പോൾ ചുരുക്കത്തിൽ ലോകത്തെ എവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടായാലും അത് മൊത്തം ബാധിക്കുമെന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിലെ 32-ാമത്തെ ആയത്ത് നമുക്ക് ഏവർക്കും കാണാതെ കിട്ടുന്ന ആയത്താണ്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ. ഒരു നഫ്സിനെ ഒരു കാരണവും കൂടാതെ അങ്ങനെ കൊലപാതകം നടത്തിയാൽ അല്ലെങ്കിൽ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിയാൽ അത് ലോകത്തെ മനുഷ്യരെ മൊത്തം
മൊത്തം കൊല്ലുന്നതിന് സമമാണ്. അതുപോലെ ഒമൻ അഹിയാഹ ഫകഅന്നമാ അഹിയന്നാസ ജമീഅ, ഒരു മുസ്ലിമിനെതിരെ ഒരു ജീവനെതിരെ ഒരു ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ സഹായം നമ്മൾ ചെയ്തു കൊടുത്താൽ അത് ലോക മനുഷ്യന്മാരെ മൊത്തം നിലനിർത്താൻ സഹായിച്ചതുപോലെയാണ്. നോക്കൂ, ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട്, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി, ഒരു മനുഷ്യനെ അകാരണമായി ഒരാൾ കൊലപ്പെടുത്തി, എന്നാൽ അയാൾ ഫകഅന്നമാ ഖതലന്നാസ് ജമീഅ, മൊത്തം മനുഷ്യരെ കൊന്നതുപോലെയാണത്. ഒമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യന്നാസ് ജമീഅ, ഒരു മനുഷ്യനെ ജീവിക്കാൻ ആവശ്യമായ സഹായം ഒരാൾ ചെയ്തു കൊടുത്താൽ ലോക മനുഷ്യർക്ക് ജീവൻ നൽകിയ സ്ഥാനത്താണ് ആ പ്രവർത്തനം, ആ കാരുണ്യ പ്രവർത്തനം എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്ന എന്തടിസ്ഥാനത്തിലാണ്? ലോകത്തൊരു പ്രശ്നം വന്നാൽ സ്വാഭാവികമായും ആ പ്രശ്നം ഒരു ഗ്രാമത്തിലായിരിക്കാം, ഒരു കുഗ്രാമത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലായിരിക്കാം. പക്ഷെ അത് മൊത്തം മനുഷ്യരെ ബാധിക്കും. അത് അക്രമമായാൽ അക്രമത്തിൻ്റെ കെടുതി എല്ലാവർക്കും വരും. അതല്ല, ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പിന് സഹായകമായതാണെങ്കിൽ അത് ലോകത്തെ മനുഷ്യർക്ക് മൊത്തം ബാധിക്കും. അത് തന്നെയാണ് ഇവിടെയും നടന്നത്. യഥാർത്ഥത്തിൽ തുർക്കി ആസ്ഥാനമായ ഉസ്മാനിയ ഭരണം നഷ്ടപ്പെട്ടതിന് കേരളത്തിലെന്താ അവരൊന്നല്ലല്ലോ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നത്. പക്ഷേ അതിലൊരു വികാരമുണ്ടായി. മുസ്ലിം സമുദായത്തിൻ്റെ ഖിലാഫത്ത് നഷ്ടപ്പെടുത്തിയവരാണ് ബ്രിട്ടീഷുകാർ. അവർ തന്നെയാണ് ഇവിടെയും പ്രശ്നമുണ്ടാക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിങ്ങളുടെ വികാരം ചൂഷണം ചെയ്യാൻ വേണ്ടി അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നിട്ടിറങ്ങിയ കോൺഗ്രസ് പ്രസ്ഥാനം അവർ സമരമുറക്ക് ഖിലാഫത്ത് പ്രസ്ഥാനം, ഖിലാഫത്ത് സമരമുറ എന്ന് പേരിട്ടതോടുകൂടി എന്തായി? അത് ഒരു മൊത്തത്തിലൊരു മുസ്ലിം ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം പോലെയായി. മുസ്ലിങ്ങൾക്ക് ഏറെ നഷ്ടം സംഭവിച്ചു. ആ സമയത്ത് ഞാൻ സർ സയ്യിദിൻ്റെ പേര് നേരത്തെ പറഞ്ഞു. പ്രത്യക്ഷത്തിൽ സർ സയ്യിദിൻ്റെ ആശയം കേട്ടാൽ സ്വീകാര്യമായി തോന്നും. കാരണം ഭരിക്കുന്നത് ഇപ്പം ഏത് നാട്ടുകാരായാലും നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന അവരാണ്. അതുകൊണ്ട് ആ ഗവൺമെൻറ്റിനെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുമ്പോഴേ നമ്മുടെ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞത് കേട്ടാൽ ശരിയാണ്. പക്ഷേ ഈ ആശയം ആർക്കാണ്? അതോടൊപ്പം യഥാർത്ഥ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ശിഷ്യരെ പറഞ്ഞയച്ച് പഠിപ്പിച്ച് നിലനിർത്തിയ ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടായിരിക്കണം അത്തരം സഹകരണം എന്നിടത്തേക്ക് അവരെത്തിയില്ല. എന്ന് പറഞ്ഞാൽ പുരോഗതി പറയുന്നവരൊക്കെ ഉള്ളിൽ ഇസ്ലാം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മുസ്ലിങ്ങൾക്കത് സ്വീകാര്യമായി വന്നില്ല. അതിവിടെ കേരളത്തിലും സംഭവിച്ചു. അതിനെ തുടർന്നാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കേണ്ടി വന്നതെന്ന് ചുരുക്കം. ഇൻഷാ അല്ലാഹ് മറ്റു ചരിത്രങ്ങളിലേക്കൊന്നും പോകാതെ ഇനി നമുക്ക് നാളെ മുതൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ രൂപീകരണ ചരിത്രത്തിലേക്ക് കിടക്കാം. അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾ നമ്മോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു തആല നിറവേറ്റി കൊടുക്കട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ വരെ ഇസ്ലാമിലേക്ക് എത്തിച്ച മഹാന്മാരുണ്ട്, പൂർവീകരുണ്ട്. അവരുടെ ദർജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കാലഘട്ടം രൂപീകരണ കാലഘട്ടം മുതൽ ഒരു നൂറ്റാണ്ട് ഈ പ്രസ്ഥാനം നയിച്ച ഒട്ടനേകം മശായിഖന്മാർ വഫാത്തായിപ്പോയി. ഒരുപാട് പ്രവർത്തകന്മാർ മരണപ്പെട്ടു പോയി. എല്ലാവരുടെ ദർജകളും അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അരനൂറ്റാണ്ട് കാലം ഈ മഹത്തായ ജമിയത്തുൽ ഉലമക്ക് നേതൃത്വം നൽകി വരികയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP ഉസ്താദ്. അദ്ദേഹം അടക്കം നമ്മുടെ മുഴുവൻ മശായിഖന്മാർക്കും അവരെ അനുഗമിച്ച് മുന്നോട്ട് പോകുന്ന പ്രവർത്തകന്മാർക്കും നമുക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.